ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവ് തിരുവചനങ്ങളിലൂടെ സംസാരിക്കുന്നത് നമുക്ക് ശ്രവിക്കാം. പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്ക് ഒരു പാഠമാക്കേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ. പൗലോസ് ലീഹ വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുകയാണ്. ചില ആളുകൾക്ക് ഒരു താക്കീതായിട്ടാണ് ചില കാര്യങ്ങൾ സംഭവിച്ചത്. എന്നാൽ ആ കാര്യങ്ങൾ വായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായിരുന്നു താക്കീത്? ആർക്കായിരുന്നു താക്കീത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന പാഠം? അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ജനത്തിന്, പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ഒരു താക്കീതാണ്. ദൈവം ഇസ്രായേൽ ജനത്തെ എല്ലാ വിധത്തിലും അനുഗ്രഹിച്ചു. അവരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവരെ നല്ലൊരു ദേശത്തേക്ക് എത്തിക്കുന്നു. അതിനുള്ള വഴികളിലൂടെ അവർ കടന്നു പോകുന്നു. സ്നേഹമുള്ളവരെ, അവരുടെ യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സംരക്ഷണവും അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ വിഗ്രഹാരാധനയിലേക്കും പെറുപെറുപ്പിലേക്കും വ്യഭിചാരത്തിലേക്കും ജഡിക പാപങ്ങളിലേക്കും പോകാൻ തുടങ്ങി. തുടർന്ന് അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുണ്ടായി. അവർ ദൈവത്തിനെതിരായിട്ടും നേതാക്കന്മാർക്കെതിരായിട്ടും പിറുപിറുക്കാൻ തുടങ്ങി. ആ സമയത്താണ് അവരുടെ ജീവിതത്തിൽ തകർച്ചകളും പ്രതിസന്ധികളും മരണങ്ങളും പാമ്പിൻ്റെ ആക്രമണമൊക്കെ ഉണ്ടാകുന്നത്. ഒരു ദിവസം തന്നെ ഏകദേശം 23,000-ഓളം പേർ മരിച്ചു. അങ്ങനെ സ്നേഹമുള്ളവരെ, വലിയ പ്രതിസന്ധികളിലൂടെ ഇസ്രായേൽ ജനത്തിലെ ഒരു ഭാഗം കടന്നു പോകുമ്പോൾ ദൈവം അവർക്ക് ഒരു താക്കീത് നൽകിയായിരുന്നു. ആ താക്കീത് ഇതായിരുന്നു: നിങ്ങൾ ദൈവത്തെ അറിഞ്ഞവരാണ്, ദൈവത്തിൻ്റെ സംരക്ഷണയിൽ വളർന്നവരാണ്, ദൈവകൃപയെ വാഴ്ത്തിപ്പാടിയവരും സ്തുതിച്ചവരുമാണ്. പക്ഷേ നിങ്ങൾ വീണ്ടും പഴയ ജീവിത ശൈലികളിലേക്ക്, പാപത്തിലേക്ക്, തെറ്റുകളിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക്, ജഡിക പാപങ്ങളിലേക്ക് നിങ്ങൾ വീണ്ടും വീണുപോയിരിക്കുന്നു. അപ്പോൾ ദൈവം അവർക്ക് ഒരു താക്കീതായി ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു താക്കീതായും, അല്ലെങ്കിൽ ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയവർക്ക് ഒരു താക്കീതായും ഈ അനുഭവം കൊടുത്തപ്പോൾ, സ്നേഹമുള്ളവരെ, ഈ കാര്യങ്ങളൊക്കെ പിന്നീട് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നമ്മളത് വായിക്കുന്നുണ്ട്. അത് വായിക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു പാഠമാണ്. എന്താണ് നമുക്ക് ലഭിക്കുന്ന പാഠം? ഒരു കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപകളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഒക്കെ ലഭിച്ച് പാപത്തെയും പാപസാഹചര്യങ്ങളെയും ദുശീലങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചാലും വീണ്ടും പാപത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും ജഡിക പാപങ്ങളിലേക്കും വീഴുവാനുള്ള സാധ്യത എല്ലാവരിലുമുണ്ട്. അതുകൊണ്ട് നമ്മൾ കരുതലുള്ളവരായിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് കർത്താവിൻ്റെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മൾ അതിജീവിച്ച, നമ്മൾ കീഴടക്കിയ തിന്മകളും പാപങ്ങളും ദുശീലങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരാം എന്നുള്ള വലിയ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-9 തിരുവചനങ്ങളിൽ വചനം പഠിപ്പിക്കുകയാണ്: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. അപ്പോൾ പത്രോസ് ലീഹ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, പിശാച് അലറുന്ന സിംഹത്തെ പോലെയാണ് നടക്കുന്നത്. ആരെയാണ് വിഴുങ്ങേണ്ടതെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെ എതിർത്ത് നിൽക്കണം. എങ്ങനെ എതിർത്ത് നിൽക്കണമെന്നാണ് വചനം പറയുന്നത്? വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ എതിർക്കേണ്ടതെന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവർ, പിശാചിൻ്റെ ലക്ഷ്യം മനുഷ്യമക്കളെ നശിപ്പിക്കണം, അവർ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റണം,
അവർ സ്വർഗത്തിൽ നിന്ന് അകറ്റണം എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് പിശാച് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഒരു നല്ല അവസരം നോക്കി നമ്മളെ വീണ്ടും വീണ്ടും കീഴ്പ്പെടുത്തുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ഞാനൊരു പുസ്തകത്തിൽ വായിച്ച ഒരു സംഭവം ഓർക്കുകയാണ്. അമേരിക്കയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അമേരിക്കയിൽ അവിടെ ഒരു സ്ഥലത്ത് ഒരു വലിയ വാട്ടർ വേൾഡ് ഉണ്ട്. അപ്പോൾ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട മത്സ്യങ്ങളും അങ്ങനെയുള്ള വലിയൊരു വാട്ടർ വേൾഡാണ്. നമ്മൾ ഈ വാട്ടർ വേൾഡിൽ, കാലിഫോർണിയയിലുള്ള ഈ വാട്ടർ വേൾഡിൽ അവിടുത്തെ വലിയൊരു ആകർഷണമായിരുന്നു, അതിൽ വലിയ ഒരു നീല തിമിംഗലം ഉണ്ടായിരുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന അറിവനുസരിച്ച് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് നീലത്തിമിംഗലമാണ്. ഏറ്റവും വലുപ്പമുള്ള ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് നീലത്തിമിംഗലമാണ്. അപ്പോൾ ഈ വാട്ടർ വേൾഡിൽ, കാലിഫോർണിയയിലെ വാട്ടർ വേൾഡിൽ ഈ നീലത്തിമിംഗലം ഉള്ളത് അതവിടെ വലിയൊരു ആകർഷണമാണ്. ഒത്തിരിയേറെ ആളുകൾ ഈ നീലത്തിമിംഗലത്തെ കാണാനും ഒക്കെ ആയിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിനെ കാണാൻ ചെല്ലുന്നവർക്ക് ഈ നീലത്തിമിംഗലത്തിൻ്റെ വലുപ്പവും അതിൻ്റെ പ്രത്യേകതകളൊക്കെ ആരെയും ഭയപ്പെടുത്തുന്നതും ഭീതി ജനിപ്പിക്കുന്നതുമാണ്. എന്നാൽ അവിടെ ചെല്ലുന്ന ആളുകളെ അതിൽ കൂടുതൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അമേരിക്കയിലെ, ഈ കാലിഫോർണിയയിലെ വാട്ടർ വേൾഡിലുള്ള ഈ നീലത്തിമിംഗലത്തെ നിയന്ത്രിക്കുന്നതും പരിശീലിപ്പിക്കുന്നതുമെല്ലാം ഒരു സ്ത്രീയാണ്, ഒരു സാധാരണക്കാരി സ്ത്രീയാണ്. അപ്പോൾ അതെല്ലാവരും അതിശയിപ്പിക്കുന്നതാണ്. ഈ നീലത്തിമിംഗലം ഇത്രയും വലുപ്പമുള്ള ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ജീവി, അതിനെ പരിശീലിപ്പിക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും ഒരു ചെറിയ സ്ത്രീ. അപ്പോൾ അവിടെ വരുന്ന ഓരോരുത്തരെ അതിശയിപ്പിക്കുന്ന കാര്യം എന്നാണ്, ഈ സ്ത്രീ പറയുന്നതനുസരിച്ച് ഈ തിമിംഗലം വെള്ളത്തിൽ ചാടുന്നു, ഈ സ്ത്രീ പറയുന്നതനുസരിച്ച് ഈ തിമിംഗലം വെള്ളത്തിൽ മുങ്ങുന്നു, ഈ സ്ത്രീ പറയുന്നതനുസരിച്ച് ഈ തിമിംഗലം നീന്തുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ സ്ത്രീ ഈ നീലത്തിമിംഗലത്തിൻ്റെ മുകളിലിരുന്ന് സഞ്ചരിക്കുന്നു. ഈ സ്ത്രീ പിന്നീട് ഈ നീലത്തിമിംഗലത്തിന് ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ വളരെ മനോഹരമായൊരു ബന്ധം ഈ വലിയ നീലത്തിമിംഗലവും ഈ സ്ത്രീയും തമ്മിലുണ്ട്. അപ്പോൾ അവിടെ വരുന്നവർക്കെല്ലാം അത് വലിയ ഒരു ആകർഷണമാണ്, വലിയൊരു അതിശയമാണ്. ഒന്ന്, ഇത്രയും വലിയൊരു ജീവിയെ കാണുന്നത് വലിയൊരു അതിശയമാണ്. രണ്ടാമതായിട്ട് ഒരു ചെറിയ സ്ത്രീ ഇതിനെ നിയന്ത്രിക്കുന്നത് കാണുന്നതും വലിയ അതിശയമാണ്. പക്ഷെ എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ വാട്ടർ വേൾഡിലൊരു കാര്യം സംഭവിച്ചു. അതെല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. ഈ പരിശീലകയായിട്ടുള്ള ഈ സ്ത്രീയെ ഒരു ദിവസം ഈ നീലത്തിമിംഗലം കടിച്ച് മുറിച്ച് തിന്നു എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ എല്ലാവർക്കും വലിയ ഷോക്കായിരുന്നു. അതിലൂടെ ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്, ഏറെ വർഷം നിരന്തരമായ പരിശീലനം ഈ സ്ത്രീ, ആ മരിച്ചുപോയ സ്ത്രീ നീലത്തിമിംഗലത്തിന് കൊടുത്തിരുന്നു. അങ്ങനെ ആ നീലത്തിമിംഗലത്തിൻ്റെ മൃഗീയമായിട്ടുള്ള വാസനകളെയും അതിൻ്റെ ഉള്ളിലുള്ള അക്രമ സ്വഭാവത്തെയൊക്കെ അതിനെ അതിജീവിക്കുവാൻ കീഴ്പ്പെടുത്തി. അങ്ങനെയാണ് ഈ സ്ത്രീയും ആ നീലത്തിമിംഗലും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിച്ചത്. അവർ തമ്മിലുള്ള ബന്ധവും മനോഹരമായിരുന്നു. പക്ഷേ ഈ സംഭവത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ട വലിയ ഒരു സത്യം ഇതാണ്: ഇങ്ങനെ കീഴ്പ്പെടുത്തി വയ്ക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അടക്കി വച്ചിരിക്കുന്ന പല മൃഗീയമായിട്ടുള്ള വാസനകളും ഇങ്ങനെയുള്ള മൃഗീയ സ്വഭാവങ്ങളും അതെപ്പോൾ വേണമെങ്കിലും അത് പുറത്തു വരാം പിന്നീട് എന്നുള്ള വലിയ സത്യമാണ്. നമ്മൾ കീഴടക്കുന്ന പല പാപവാസനകളും മൃഗീയ വാസനകളും എപ്പോൾ വേണമെങ്കിലും പുറത്തു വരാം എന്നുള്ളൊരു വലിയ സത്യമാണ് ഇതിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. സ്നേഹമുള്ളവരെ, ഇത് തന്നെയാണ് മനുഷ്യരുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. പഴയ നിയമ ജനതയ്ക്ക് അതാണ് സംഭവിച്ചത്. അവർ ദൈവസ്നേഹം അനുഭവിച്ച് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ട്, അടയാളങ്ങൾ കണ്ട് അവർ വിഗ്രഹാരാധനയിൽ നിന്ന് മോചിതരായി, അവർ ജഡിക പാപങ്ങളിൽ നിന്ന് മോചിതരായി, വ്യഭിചാരം അവരുടെ ഇടയിൽ ഇല്ലാതായി, അവർ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ശക്തമായൊരു ജനമായി മുമ്പോട്ട് പോയി. പക്ഷേ പിന്നീട് അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞപ്പോൾ, ദൈവത്തിലുള്ള ആശ്രയം കുറഞ്ഞപ്പോൾ, അവർ അടക്കി വച്ചിരുന്ന, അവർ കീഴ്പ്പെടുത്തിയിരുന്ന
ഈ മൃഗീയ വാസനകൾ പിന്നീട് വീണ്ടും അവരിലേക്ക് കടന്നു വന്നു. ലോകത്തിൻ്റെ മോഹങ്ങൾ അവരിലേക്ക് കടന്നു വന്നു. വീണ്ടും അവർ പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോയി. അങ്ങനെയാണ് ദൈവം അവർക്ക് താക്കീത് നൽകുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ കാര്യങ്ങൾ, ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുമ്പോൾ ചെയ്യുമ്പോൾ കർത്താവ് തിരുവചനത്തിലൂടെ നമ്മോട് പറയാണ്, ഇത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു പാഠമാണത്. അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. എപ്പോൾ വേണമെങ്കിലും വീഴാൻ സാധ്യതയുണ്ട്. അടക്കി വച്ചിരിക്കുന്ന, കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്ന ദുർമോഹങ്ങൾ എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ കർത്താവിൽ നിരന്തരം ആശ്രയിക്കേണ്ടതുണ്ട്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സാത്താനെ എതിർത്ത് നിൽക്കേണ്ടതുണ്ട്. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 11-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ ദാവീദ് രാജാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. എത്ര നല്ല രാജാവായിരുന്നു, ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനായിരുന്നു. പക്ഷേ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹം യുദ്ധത്തിന് പോകാതെ തൻ്റെ സുഹൃത്തുക്കളെയും തൻ്റെ കീഴിലുള്ളവരെയൊക്കെ യുദ്ധത്തിന് അയച്ച് അദ്ദേഹം മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ, വിശ്രമിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പ്രേരണയുണ്ടാകുന്നത്, പാവപ്രേരണയുണ്ടാകുന്നത്. പ്രലോഭനത്തിൽ അദ്ദേഹം വീഴുന്നത്. എത്രയോ നല്ല രാജാവാണ്, ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത വ്യഭിചാരത്തിലേക്കും കൊലപാതകത്തിലേക്കും എത്തിച്ചേരുന്നത്. അതേ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും നമ്മൾ അടക്കി വച്ചിരിക്കുന്ന, കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്ന നമ്മളിലുള്ള പാപത്തഴക്ക ദോഷങ്ങൾ വീണ്ടും വരാം. അതുകൊണ്ട് നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ പിശാചിനെ, ലോകത്തിൻ്റെ മോഹങ്ങൾ തരുന്ന പിശാചിനെ നമ്മൾ എതിർത്ത് നിൽക്കേണ്ടതുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. അതേ സ്നേഹമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുക, ഉചിതമായി പ്രവർത്തിക്കുക, നല്ലത് ചെയ്യുക, ദൈവത്തോടൊപ്പമായിരിക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുമ്പോൾ നമ്മൾ എല്ലാ കാലത്തേക്കും അങ്ങനെ തന്നെയാണെന്ന് കരുതരുത്. എല്ലാ കാര്യങ്ങളും ബിസിനസ്സിൽ നന്നായി പോകുമ്പോൾ ഇനി എനിക്കൊരിക്കലും പരാജയമുണ്ടാകുമെന്ന് കരുതരുത്. എല്ലാ പരീക്ഷകളിലും ജയിക്കുമ്പോൾ ഇനി ഒരിക്കലും ഞാൻ തോറ്റുപോവുകയില്ല എന്ന് കരുതരുത്. എല്ലാ പ്രലോഭനങ്ങളെ അതിജീവിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇനി ഒരിക്കലും ഞാൻ പ്രലോഭനത്തിൽ വീഴുകയില്ല എന്ന് കരുതരുത്. എപ്പോൾ വേണമെങ്കിലും തോൽക്കാം, എപ്പോൾ വേണമെങ്കിലും പ്രലോഭനത്തിൽ വീഴാം, എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം. അതുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പിശാചിനെ എതിർത്ത് നമ്മൾ മുമ്പോട്ട് പോയാലേ നമ്മളിലുള്ള മൃഗീയമായ എല്ലാ വാസനകളെയും തഴക്ക ദോഷങ്ങളെയും ദുശീലങ്ങളെയും എക്കാലത്തേക്കുമായി മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി തുടർന്ന് വരുന്ന ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് ശക്തി തരണമേ, എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കുവാൻ, ജാഗരൂകരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ.
ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനും കടന്നു വന്ന ഈശോ ദിവ്യകാരുണ്യമായി തിരുവോസ്തിയായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോയ്ക്ക് സമർപ്പിക്കുന്നതെല്ലാം ഈശോ അനുഗ്രഹിക്കും. വലിയ വിശ്വാസത്തോടെ ബോധ്യത്തോടെ നമുക്ക് ഈ ആരാധനയിലായിരിക്കാം. കർത്താവിൻ്റെ തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയായിരുന്നു. കർത്താവ് പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർക്ക് സംഭവിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു താക്കീതായിട്ട് സംഭവിച്ചത്. എന്നാൽ അതെല്ലാം എഴുതി വച്ചിരിക്കുന്നു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു പാഠമാകാൻ, ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കിയിട്ടും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടും ദൈവകൃപയിൽ വളർന്നിട്ടും ഇസ്രായേൽ ജനം ഒരു വേള വീണ്ടും വിഗ്രഹാരാധനയിലേക്കും വ്യഭിചാരത്തിലേക്കും തിന്മ പ്രവൃത്തികളിലേക്കും പോയി. അവർ ദൈവത്തിനും നേതാക്കന്മാർക്കുമെതിരായിട്ട് പിറുപിറുക്കാൻ തുടങ്ങി. അവരിൽ അനേകർ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ 23,000-ഓളം പേർ മരിച്ചു പാമ്പ് കടിയേറ്റ്. സ്നേഹമുള്ളവരെ, ഇതെല്ലാം അവർക്ക് സംഭവിച്ചത് ഒരു താക്കീതായിട്ടാണെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു പാഠമാകുവാൻ എഴുതി വച്ചിരിക്കുകയാണ്. ദൈവം എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? എത്ര ദൈവാനുഭവത്തിലേക്കും സ്നേഹത്തിലേക്കും കടന്നു വന്ന് നമ്മളിലുള്ള പാപപ്രവണതകളെയും മൃഗീയ വാസനകളെയും ഒക്കെ നമ്മൾ കീഴടക്കിയാലും എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചു നമ്മളിലേക്ക് കടന്നു വരാം. എപ്പോൾ വേണമെങ്കിലും നമ്മളത് ആക്രമിക്കാം. ഉപേക്ഷിച്ച ദുശീലങ്ങളും മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ജഡിക പാപങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും വീണ്ടും നമ്മളിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശക്തി ആർജിക്കണം. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് പിശാചിനെ എതിർക്കണം. അപ്പോഴാണ് നമുക്ക് നന്മകളിലും കൃപയിലും നിലനിൽക്കാൻ സാധിക്കുക. അമേരിക്കയിലെ ആ നീലത്തിമ്മിങ്കലത്തെ പരിശീലിപ്പിച്ച ആ സ്ത്രീ എത്രയോ വർഷങ്ങളെടുത്താണ് ആ നീലത്തിമ്മിങ്കലത്തിൻ്റെ മൃഗീയ വാസനകളെയും അതിൻ്റെ അക്രമ സ്വഭാവത്തെയും ഒക്കെ ശാന്തമാക്കി സ്നേഹമാക്കിയൊക്കെ മാറ്റിയത്. എത്ര മനോഹരമായൊരു ബന്ധമായിരുന്നു അവരുടെ ഇടയിൽ. പക്ഷെ ഒരു വേള ആ സ്നേഹവും ആ സന്തോഷവും ഒക്കെ മാറിപ്പോയി. ആ മൃഗത്തിൻ്റെ അമൃഗീയ വാസന പിന്നീടും വരികയും ഒരു വേളയിൽ ആ സ്ത്രീയെ കടിച്ചുകൊന്ന് ഭക്ഷിക്കുകയും ചെയ്തപ്പോൾ വീണ്ടും ആ മൃഗത്തിൻ്റെ വാസന കടന്നു വന്നു. ഇതൊരു സാധ്യതയാണ്. ഇന്ന് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും മൃഗങ്ങളുടെയൊക്കെ ജീവിതത്തിലുള്ളൊരു സാധ്യതയാണ്. എത്ര കീഴടക്കി വെച്ചിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളും വാസനകളും വീണ്ടും തലപൊക്കാം. ഇവിടെ കർത്താവിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് ആവശ്യം. ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് ആവശ്യം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ കർത്താവ് ഇവയൊക്കെ അതിജീവിക്കുവാൻ, നിരന്തരം അവ എതിർത്ത് നിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിൽക്കുന്നുവെന്ന് കരുതുന്നവർ വീഴാതിരിക്കുവാൻ ശ്രദ്ധിച്ചു കൊള്ളട്ടെ. കർത്താവേ, അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എളിമയും വിനയവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തെ കൂടാതെ ഞങ്ങൾക്കൊന്നും സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഗാനം ആലപിക്കാം.
അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ, പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. കർത്താവേ, പരിശുദ്ധാത്മാവേ, വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് തിന്മയുടെ ശക്തികളെ എതിർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ എളിമയും വിനയവും ഞങ്ങളിൽ നിറയ്ക്കണമേ. പാപങ്ങളാൽ വന്ന ദോഷങ്ങളെന്നിൽ ഭരണം നടത്തിയിടുന്നു. പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. പാപങ്ങളാൽ വന്ന ദോഷങ്ങളെന്നിൽ ഭരണം നടത്തിയിടുന്നു. പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ആത്മാവം ദൈവമേ അഗ്നിയയക്കൂ. പരിശുദ്ധാത്മാവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ, ആരാധന ആരാധന ആരാധന, മഹത്വം 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 മഹത്വം. യേശുവേ, ആരാധന ആരാധന ആരാധന, മഹത്വം 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 മഹത്വം. യേശുവേ, ആരാധന ആരാധന, സൗഖ്യം സൗഖ്യം സൗഖ്യം, അഭിഷേകം. യേശുവിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. അതെ, ഈ ലോകത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും ആ മനുഷ്യർക്ക് താക്കീതായിട്ട് സംഭവിക്കുമ്പോൾ അതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് നമുക്കൊരു പാഠമാകാൻ വേണ്ടിയാണ്. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജ്ഞാനത്തോടുകൂടി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.